29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 177 സിനിമകളിൽ 52 ചിത്രങ്ങൾ വനിതാ സംവിധായകരുടേത്. മേളയോടനുബന്ധിച്ച് മലയാള സിനിമയിലെ മുതിർന്ന നടിമാരെ ആദരിക്കും. വിവിധ അന്താരാഷ്ട്ര മേളകളിൽ പുരസ്കാരവും പ്രശംസയും നേടിയ ചിത്രങ്ങൾ മേളയുടെ ആകർഷണമാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 29ാമത് IFFK വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഹോങ്കോങ്ങിൽ നിന്നുള്ള സംവിധായിക അൻഹുയിക്ക് മുഖ്യമന്ത്രി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ചടങ്ങിൽ സമ്മാനിക്കും. 10 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. 13 മുതൽ 20 വരെ 15 തിയേറ്ററുകളിലായി നടക്കുന്ന മേളയിൽ 68 രാജ്യങ്ങളിൽ നിന്നുള്ള 177 സിനിമകൾ പ്രദർശിപ്പിക്കും. ഇതിൽ 52 ചിത്രങ്ങൾ വനിതാ സംവിധായകരുടേതാണ്. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 14 സിനിമകളും മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ 12 ചിത്രങ്ങളും ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിൽ 7 സിനിമകളും പ്രദർശിപ്പിക്കുന്നുണ്ട്. ലോക സിനിമാ വിഭാഗത്തിൽ 63 സിനിമകളാണ് പ്രദർശനത്തിനെത്തുന്നത്. മറ്റ് മേളകളിൽ പ്രേക്ഷക പ്രീതി നേടിയ 13 ചിത്രങ്ങളടങ്ങിയ ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് മറ്റൊരു ആകർഷണമായിരിക്കും. അതോടൊപ്പം ഡെലിഗേറ്റ് സെല്ലിന്റെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാനും നിർവഹിച്ചു. സിനിമാ താരങ്ങളായ മഹിമ നമ്പ്യാർ, ഷറഫുദ്ദീൻ എന്നിവർക്ക് ഡെലിഗേറ്റ് പാസുകൾ നൽകിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. എന്റെ ആദ്യത്തെ IFFK പാർട്ടിസിപ്പേഷൻ ആണിത്. ഇത്തവണ ഒരുപാട് ഫീമെയിൽ ഫിലിം മേക്കേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും അവർക്ക് പ്രചോദനം നൽകാനും ഒരുപാട് ലിസ്റ്റിലും അങ്ങനെയാണെങ്കിലും തന്നെ ഇത്തവണത്തെ IFFK ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അതറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് ഒരു ഭാഗ്യം ലഭിച്ചത് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയും ഞാൻ ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്ത സിനിമയും IFFKക്ക് കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് 2 പ്രാവശ്യവും ഞാൻ IFFKക്ക് വന്നിരിക്കുന്നത്. അതെന്റെ ഒരു ഭാഗ്യവും ഗുരുത്വമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മേളയുടെ ഭാഗമായി ഓപ്പൺ ഫോറം, ഇൻ കോൺവെർസേഷൻ, മീറ്റ് ദി ഡയറക്ടർ, അരവിന്ദൻ സ്മാരക പ്രഭാഷണം, പാനൽ ഡിസ്കഷൻ എന്നിവയും സംഘടിപ്പിക്കും. ജനം, തിരുവനന്തപുരം.